ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നറൂട്ടോ സീരീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നറൂട്ടോ സീരീസിലെ ടോപ്പ് 5 ഗെഞ്ചിറ്റു യൂസേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് വലിയ റീച്ച് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ട് പവർ ആക്കുക ഗൈസ്. അതുകൊണ്ട് അതും നിങ്ങൾക്ക് ആനിമി സീരീസ് നറൂട്ടോ സീരീസ് കാണുന്നവർക്കാണെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് ആനിമി ടോക്സ്. 5th പ്ലേസ് ഈസ് കുറുന യൂഹി. ഒരു ഫീമെയിൽ ഗെഞ്ചിറ്റ്സു യൂസറാണ് കുറുന യൂഹി. എന്നിട്ടും ഇത്ര ഗെഞ്ചിറ്റ്സു യൂസ് ചെയ്യാനും ഉച്ചഹി അല്ലാണ്ട് പോലും ഷെറിങ്കൻ ഇല്ലാന്നിട്ട് പോലും ഇത്ര നന്നായിട്ട് ഗെഞ്ചിറ്റ്സു യൂസ് ചെയ്യാനും മറ്റുള്ളവർ ഗെഞ്ചിറ്റ്സു പെട്ടാലും സ്വന്തം ഗെഞ്ചിറ്റ്സു ആ ഗെഞ്ചിറ്റ്സു കാസ്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടി കുറുന യൂഹിക്കുണ്ട്. അതായത് 3rd ഹോക്കാഗെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറുന ഈസ് ഓൾസോ ബെസ്റ്റ് ഗെഞ്ചിറ്റ്സു യൂസർ ഇൻ നറൂട്ടോ സീരീസ്. അതായത് നമുക്ക് എന്തായാലും പറയാൻ പറ്റും കുറുന ഈസ് ഗോസ് ടു 5th പ്ലേസ്. ഇലൂഷൻ കോമ്പാറ്റീവ്സ് കുറുന യൂഹി എന്തായാലും ഫ്രണ്ടോട്ട് തന്നെയാണ്. നമ്മുടെ ഈ ഗോഡ് ഓഫ് ഗെഞ്ചിറ്റ്സുമായി ഇറ്റാച്ചി ഉച്ചയാനെ തന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ തോറ്റുപോയെങ്കിലും അത്ര തന്നെ പവർഫുൾ ആണ് കുറുന യൂഹി. 4th പ്ലേസ് ഈ സാസ്കെ ഉച്ചിയ. അത്ര തന്നെ പവർഫുൾ ആണെങ്കിൽ പോലും നമ്മുടെ ഗെഞ്ചിറ്റ്സു യൂസ് ചെയ്യുക അത്യാവശ്യം സാസ്കെ പുറകോട്ട് തന്നെയാണ്. അതായത് ഫൈറ്റിങ്ങിലും എല്ലാത്തിനും സാസ്കെ നിഞ്ചിറ്റ്സുവിലും തായുറ്റ്സുവിലും എല്ലാം ഫ്രണ്ടിലേക്കാണെങ്കിലും ഗെഞ്ചിറ്റ്സു അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സാസ്കെ 4th പേഴ്സണാണ്. എന്നാലും സാസ്കെ അടിപൊളിയായിട്ട് തന്നെ ഗെഞ്ചിറ്റ്സു യൂസ് ചെയ്യുന്നുണ്ട്. ജിൻജോരിക്കീസിനെ വരെ സാസ്കെ ഗെഞ്ചിറ്റ്സുവിൽ പെടുത്താറുമുണ്ട്. അതുപോലെ തന്നെ ടേൽഡ് ബീസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവറും സാസ്കയ്ക്കുണ്ട്. പ്ലസ് ഷെറിങ്കൻ, മാങ്കുക്കു ഷെറിങ്കൻ പ്ലസ് റിനങ്കൻ്റെ പവർ ഉള്ളതുകൊണ്ട് ഗെഞ്ചിറ്റ്സുവിൽ റിനങ്കൻ്റെ പവർ ഉള്ളതുകൊണ്ട് ഗെഞ്ചിറ്റ്സു പെടാണ്ടിരിക്കാനും ഷെറിങ്കൻ്റെ ശക്തി കൊണ്ട് ഗെഞ്ചിറ്റ്സു കാസ്റ്റ് ചെയ്യാനുമുള്ള കഴിവും കൂടി സാസ്കയ്ക്കുണ്ട്. അതുകൊണ്ട് 4th പ്ലേസ് ഈസ് ഗോസ് ടു സാസ്കെ ഉച്ചിയ. മറ്റുള്ളവരുടെ ഗെഞ്ചിറ്റ്സു ഇലൂഷനിൽ പെടുത്തുന്ന സാസ്കെ അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഈ വീഡിയോ തന്നെ കാണാം സാസ്കെയുടെ ഗെഞ്ചിറ്റ്സു പെട്ടിട്ട് അവനെ എത്രമാത്രം തന്നെ ഫിയർ ആവുന്നുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. 3rd പ്ലേസ് ഈസ് മഡാറ ഉച്ചിക, ദി ഗോസ്റ്റ് ഓഫ് ദി ഉച്ചിയ. അതായത് മഡാറ ഉച്ചിക തന്നെയാണ് 3rd പ്ലേസിൽ വന്നിരിക്കുന്നത്. റിനങ്കനും മാങ്കുക ഷെറിങ്കനുമുള്ള ഒരു സേജ് പവറും കൂടിയുള്ള ആളാണ് നമ്മുടെ മഡാറ ഉച്ചിക. എൻ്റെ വീടിന് ഇൻഫിനിറ്റി സുക്യമിൽ ലാർജ് സ്കെയിൽ ഓഫ് ഇൻഫിനിറ്റി കാസ്റ്റ് ചെയ്യാനും ടേൽഡ് ബീസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവറും കൂടി നമ്മുടെ മഡാറ ഉച്ചികയ്ക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും മഡാറ 3rd പ്ലേസ് അർഹനാണ്. 2nd ഈസ് ഷിസുയി ഉച്ചിക. ഷിസുയി ദി ബോഡി ഫ്ലിക്ക് എന്നാണ് നമ്മുടെ നറൂട്ടോ സീരീസ് ഷിസുയി ഉച്ചിക അറിയപ്പെടുന്നത്. തൻ്റെ വിഷ്വൽ ജുത്സു കൊണ്ട് തന്നെ ഷിസുയി ഉച്ചിക എപ്പോഴും ഫ്രണ്ടോട്ട് തന്നെയായിരുന്നു. തൻ്റെ സിഗ്നേച്ചർ കോട്ടാമത്സുക്കാമി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഷിസുയി ഉച്ചിക നല്ലൊരു കോമ്പാറ്റ് തന്നെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ വില്ലേജിൽ തന്നെ ആ കോട്ടാമത്സുക്കാമി കൊണ്ട് ഷിസുയിക്ക് ഇലൂഷനിൽ പെടുത്താനുള്ള കഴിവും കൂടിയുണ്ട്. 4th ഗ്രേറ്റ് നിഞ്ച വാർ ഷിസുയി ഉച്ചിക ഉണ്ടായിരുന്നു. നമുക്ക് അടിപൊളി ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് മഡാറ വേഴ്സസ് ഷിസുയി ഉച്ചിക. അതുപോലെ എനിമിക്ക് തന്നെ ഷിസുയി ഉച്ചിയയുടെ ഗെഞ്ചിറ്റ്സു മനസ്സിലാക്കാൻ പോലും പറ്റില്ല, അത്ര അധികം പവർഫുള്ളാണ് ഷിസുയി ഉച്ചിയ. അതുകൊണ്ട് തന്നെ ഒരു എനിമിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല ഇറ്റ്സ് എ ഗെഞ്ചിറ്റ്സു. 1st പ്ലേസ് ഈസ് ഇറ്റാച്ചി ഉച്ചിയ, ദി മാസ്റ്റർ ആൻഡ് ഗോഡ് ഓഫ് ഗെഞ്ചിറ്റ്സു എന്നാണ് നമ്മൾ ഇറ്റാച്ചി ഉച്ചിയ അറിയപ്പെടുന്നത്. ഗെഞ്ചിറ്റ്സു സ്പെഷ്യലിസ്റ്റാണ് നമ്മൾ ഇറ്റാച്ചി ഉച്ചിയ. കോമ്പാറ്റിൽ സൂസനെ വെച്ചിട്ട് അടിപൊളിയുള്ള ഫൈറ്റാണ് നമ്മൾ ഇറ്റാച്ചി ഉച്ചിയ നടത്തുന്നത്. സുക്യോമി എന്ന് പറയുന്ന സ്ട്രോങ്ങസ്റ്റ് പവർ തന്നെ നമ്മൾ ഇറ്റാച്ചി ഉച്ചിയയ്ക്കുണ്ട്. ഇൻസ്റ്റൻ്റ്ലി ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യാനുള്ള പവറും കൂടി നമ്മൾ ഇറ്റാച്ചി ഉച്ചിയയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇറ്റാച്ചി ഉച്ചിയ തന്നെയാണ് ടോപ്പ് 1 ഗെഞ്ചിറ്റ്സു യൂസർ ഇൻ നറൂട്ടോ സീരീസ് എൻ്റയർലി.